നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്ന വിഷയം, നിങ്ങളുടെ വസ്തു നിങ്ങൾ ഈയിടെ അളന്ന് നോക്കിയപ്പോൾ അതിൻ്റെ പ്രമാണത്തിലുള്ളതിനേക്കാൾ സ്ഥലം നിങ്ങൾ കണ്ടെത്തിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ പറ്റിയാണ്. ആദ്യമായി നിങ്ങളൊരു ലൈസൻസ് ഉള്ള ഒരു സർവേയറെ കൊണ്ട് ആ സ്ഥലം ഒന്നുകൂടെ അളക്കുക. എന്നിട്ട് അതിനെ പട്ടയവുമായും ഫീൽഡ് മെഷർമെൻറ്റ് ബുക്കുമായും ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തായിരിക്കും കാരണം എന്നുള്ളതിനെ പറ്റി നിങ്ങൾ ഒന്ന് പരിശോധിക്കുക. ഒന്നുകിൽ ചിലപ്പോൾ സർവേ സംഭവിച്ച പിഴവാകാം, അല്ലെങ്കിൽ നിങ്ങൾ കയ്യേറ്റം ചെയ്ത് എടുത്ത ഭൂമിയാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്തുടർച്ചാവകാശം വഴി കിട്ടിയതാണ്, പക്ഷേ അത് ഡോക്യുമെൻറ്റഡ് അല്ലായിരുന്നു, അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും മ്യൂട്ടേഷൻ എറേഴ്സ്, അതായത് നിങ്ങളിപ്പോൾ വാങ്ങിയതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ പിന്തുടർച്ചാവകാശങ്ങളോ അതൊന്നും അപ്ഡേറ്റ് ചെയ്യാത്തത് മൂലം സംഭവിച്ച പിഴവായിരിക്കാം. ഇതൊക്കെ ആകാം. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഭൂമി നിയമപരമായി നിങ്ങളുടേതാണെങ്കിൽ പട്ടയത്തിൽ കറക്ഷന് വേണ്ടി അപേക്ഷിക്കുക. തഹസിൽദാർ അല്ലെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ അപേക്ഷിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. അനുബന്ധ രേഖകളുമായി അപേക്ഷിക്കുക. പുതിയ സർവേ റിപ്പോർട്ട്, പട്ടയത്തിൻ്റെ കോപ്പി, പിന്നെ നിങ്ങളുടെ സത്യവാങ്മൂലം, നിങ്ങൾ എന്തുകൊണ്ടാണിത് പിഴവ് സംഭവിച്ചത് എന്നതിനെ പറ്റിയുള്ള നിങ്ങളുടെ സത്യവാങ്മൂലം തഹസിൽദാറിന് സമർപ്പിക്കുക. അപ്പോൾ അവർ വീണ്ടും ഒരു റീസർവേ നടത്തിയിട്ട് ആ റെക്കോർഡുകളെ അവർ അപ്ഡേറ്റ് ചെയ്യും. നിങ്ങളുടെ ഈ അധിക ഭൂമി നിങ്ങൾക്ക് പിന്തുടർച്ച വഴി രേഖപ്പെടുത്താത്ത പിന്തുടർച്ച വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിൽപ്പന വഴിയോ കിട്ടിയതാണെങ്കിൽ അതിന് അപേക്ഷ കൊടുക്കാവുന്നതാണ്. ഈ ഭൂമിയും കൂടെ മ്യൂട്ടേഷൻ വരുത്താൻ വേണ്ടി അപേക്ഷ കൊടുക്കാവുന്നതാണ്. ചില സംസ്ഥാനങ്ങൾ ഇങ്ങനെയുള്ള ഭൂമിക്ക് കാശടച്ചിട്ട് റെഗുലറൈസ് ചെയ്യാൻ ചില സംസ്ഥാനങ്ങൾ അനുവദിക്കുന്നുണ്ട്. ഇപ്പോൾ അത് ആരെങ്കിലും, നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും കയ്യേറ്റം ചെയ്തത് മൂലം നിങ്ങൾക്ക് ലഭിച്ച ഭൂമിയാണെങ്കിൽ നിങ്ങൾ റവന്യൂ വില്ലേജ് ഓഫീസിനെ സമീപിച്ചിട്ട് അത് റെഗുലറൈസ് ചെയ്യാൻ വേണ്ടി അപേക്ഷ കൊടുക്കുക. ചില സംസ്ഥാനങ്ങൾ പിഴ അടച്ച് റെഗുലറൈസ് ചെയ്യാൻ നിങ്ങൾക്ക് അവസരം തരും. പിന്നെ ആരെങ്കിലും അവിടെ സ്ഥലത്ത് അനധികൃതമായി കുടിയേറി താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ലീഗൽ നോട്ടീസ് കൊടുക്കുക. പിന്നെ ഒരു സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യുക. പൊസഷന് വേണ്ടി സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യുക. അല്ലെങ്കിൽ ഒരു പോലീസ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുക. സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു ലോയറെ കൺസൾട്ട് ചെയ്യുക, ഒരു അഡ്വക്കേറ്റിനെ കൺസൾട്ട് ചെയ്യുക. ഇത്തരം കാര്യങ്ങളും. പിന്നെ ഈ ഭൂമി ഒരിക്കലും വിൽക്കാനോ പിന്നെ അതിലെന്തെങ്കിലും പണികൾ, കൺസ്ട്രക്ഷൻ നടത്താനോ പാടുള്ളതല്ല. പിന്നെ ഇത്തരം ഭൂമിയിൽ ഈ ഭൂമിയെപ്പറ്റി എന്തെങ്കിലും തർക്കങ്ങളോ കേസുകളോ നിലവിൽ ഉണ്ടോയെന്ന് പരിശോധിക്കുക. ഒരുപക്ഷെ തർക്കത്തിലോ ഏതെങ്കിലും കേസുകളിൽപ്പെട്ട ഭൂമിയാണെന്നുള്ള കാര്യം പരിശോധിക്കുക. എന്നിട്ട്